പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്നാസ് കെമിസ്ട്രി ക്ലാസ്സിൽ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയേക്കുക. അപ്പോൾ യു ക്യാൻ സബ്സ്ക്രൈബ് ആൻഡ് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബെൽ ഐക്കൺ ഞെക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഓൾ ഞെക്കിയാൽ നിങ്ങൾക്ക് ഡെയിലിയുള്ള അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ടോപ്പിക്സ് ക്ലിയറായി കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്നാസ് കെമിസ്ട്രി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഹോം ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് വീഡിയോസ് മുകളിൽ പ്ലേലിസ്റ്റ് കാണാം. പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ഫോൾഡറിൽ കാണാം. ഗ്രേഡ് 10 സ്റ്റേറ്റ്, ഗ്രേഡ് 9. അതിൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് ആ ഫോൾഡർ ക്ലിക്ക് ചെയ്താൽ മതി. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്, പുതിയൊരു ലെസൺ. ഏതാ ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈത്തേഴ്സ് എന്ന് പറഞ്ഞ ലെസണാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞാൽ കുറച്ച് വലിയൊരു ഏരിയയാണ്. കാരണം ആൽക്കഹോൾസിനെ പറ്റി പഠിക്കാനുണ്ട്, ഫീനോൾസിനെ പറ്റി പഠിക്കാനുണ്ട്, ഈത്തേഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യണം. ആദ്യം ആൽക്കഹോൾ നമ്മൾ തറുവാക്കി പഠിച്ചിട്ട് വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് അതർ ഫീനോൾസ് ആൻഡ് ഈത്തേഴ്സ്. അപ്പോൾ ആൽക്കഹോൾസിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പറയുക. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, ആൽക്കഹോൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 11th 10th ആൽക്കഹോൾസിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് OH ആണ് അല്ലേ, ആൽക്കഹോൾസ്. അപ്പം ഇത് കോമ്പൗണ്ട് കണ്ടെയ്നർ. അപ്പം നമ്മൾ ഇതിൽ ആൽക്കഹോൾസ് അതായത് ആൽക്കഹോൾ കോമ്പൗണ്ട്സ് ആണ് പഠിക്കുന്നത്. സോ കോമ്പൗണ്ട്സ് ഒബ്റ്റെയിൻ ബൈ റീപ്ലേസിങ് a hydrogen atom from a hydrocarbon and it is replaced by an OH group. അതായത് കോമ്പൗണ്ട്സിൽ ഒരു ഹൈഡ്രജൻ ആറ്റം, അതായത് നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ എന്ത് പറയും? Alcohol. So compound obtained by replacing a hydrogen atom from an aliphatic. Aromatic ഇപ്പം നമ്മൾ പറയുന്നില്ല, അതാണ് നമ്മുടെ ഫീനോൾസ്. സോ aliphatic hydrocarbon by a hydroxyl group. ഹൈഡ്രോക്സിൽ, ഓക്സിജനും ഹൈഡ്രജനും ഉള്ള ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനെയാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുക. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആർ കോൾഡ് ആസ് ആൽക്കഹോൾസ്. ഇനി നമുക്കിവിടെ പറയാനുള്ളത് ഹൗ വി ആർ ഗോയിങ് ടു ക്ലാസിഫൈ ദം. എങ്ങനെയാണ് നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്? ഇത് നമ്മൾ നമ്മുടെ ആൽക്കൈൽ ഹാലാൽ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഹൗ വി ക്യാൻ ക്ലാസിഫൈ? ഡിപ്പെൻസ് അപ്പോൺ ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻസ് അപ്പോൺ ദി നമ്പർ ഓഫ് ഹൈഡ്രോക്സി ഗ്രൂപ്പ്. ഡിപ്പെൻഡ് അപ്പോൺ ദി നമ്പർ ഓഫ് ഹൈഡ്രോക്സി ഗ്രൂപ്പ് പ്രസൻറ്റ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് നമുക്കവരെ മോണോഹൈഡ്രിക് ആൽക്കഹോൾ എന്നും ഡൈഹൈഡ്രിക് ആൽക്കഹോൾ എന്നും ട്രൈഹൈഡ്രിക് ആൽക്കഹോൾ എന്നും പോളിഹൈഡ്രിക് ആൽക്കഹോൾ എന്നും പറയാം. മോണോ എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ളതിന് നമ്മൾ മോണോഹൈഡ്രിക് ആൽക്കഹോൾ എന്ന് പറയും. 2 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ളതിന് നമ്മൾ എന്ത് പറയും? ഡൈഹൈഡ്രോക്സി അല്ലെങ്കിൽ 2 ഡൈഹൈഡ്രോക്സി ആൽക്കഹോൾ എന്ന് പറയും. 3 ആണെങ്കിൽ ട്രൈഹൈഡ്രോക്സി ആൻഡ് മോർ ദാൻ 3 ആണെങ്കിൽ നമ്മൾ പോളിഹൈഡ്രോക്സി ആൽക്കഹോൾ, അതായത് polyhydric, monohydric, dihydric, trihydric or polyhydric. Monohydric alcohol, dihydric alcohol, trihydric alcohol and polyhydric alcohol എന്ന് പറയും. മോണോ എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉള്ളതിനെ നമ്മൾ മോണോഹൈഡ്രിക് ആൽക്കഹോൾ എന്ന് പറയും. 2 വരുന്നതിന്, അതായത് CH2OH, CH3OH. ഓക്കെ, CH2OHനെ നമ്മൾ ഡൈഹൈഡ്രിക് ആൽക്കഹോൾ എന്ന് പറയും. അപ്പം 3 വരികയാണെങ്കിൽ നമ്മൾ അവരെ ട്രൈഹൈഡ്രിക് ആൽക്കഹോൾ എന്നും CH2OH, CHOH and CH2OH. മോർ ദാൻ 3 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് നമ്മളവരെ പോളിഹൈഡ്രിക് ആൽക്കഹോൾ എന്ന് പറയും. ഇതൊക്കെ സിമ്പിളാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിപ്പെൻസ് അപ്പോൺ ദി ഹൈബ്രിഡൈസേഷൻ. ഇതും നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് പറഞ്ഞാണ്. ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഹൈബ്രിഡൈസേഷൻ ഓഫ് ദി കാർബൺ ആറ്റം ടു വിച്ച്
ദ ഒ എച്ച് ഗ്രൂപ്പ് ഇസ് അറ്റാച്ച്. അതായത് ഏത് കാർബൺ ആറ്റത്തിൽ sp3 ആണോ sp2 ആണോ ആ കാർബൺ ആറ്റത്തിൻ്റെ നേച്ചറിനെയാണ് നമ്മൾ അടുത്ത് വെച്ച് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് സി ഒ എച്ച് ബോണ്ട്, അതിൽ സി ഇസ് sp3 ഹൈബ്രിഡൈസ്, സി ഇസ് sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിൻ്റെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിംഗിൾ ബോണ്ടഡ് ആയിരിക്കും. ദ കാർബൺ ആറ്റം ടു വിച്ച് ദ ഹൈഡ്രോജൻ ആറ്റം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ഈസ് ഇൻ എ സിംഗിൾ ബോണ്ടഡ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ അതൊരു sp3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ് ആയിരിക്കും. ഇനി അതിനെ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പ്രൈമറി ആൽക്കഹോൾ, സെക്കൻഡറി ആൽക്കഹോൾ ആൻഡ് ടേർഷറി ആൽക്കഹോൾ. പ്രൈമറി ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കാർബൺ ആറ്റം ടു വിച്ച് ദ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇസ് അറ്റാച്ച്ഡ് ടു വൺ കാർബൺ ആറ്റം. അതായത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം വേറൊരു ഒറ്റ കാർബൺ ആയിട്ടാണ് അത് അറ്റാച്ച് ചെയ്യുമെങ്കിൽ അതിനെ നമ്മൾ പ്രൈമറി ആൽക്കഹോൾ എന്ന് പറയും. ഇനി കാർബൺ ആറ്റം വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇസ് അറ്റാച്ച്ഡ് ടു ടു അതർ കാർബൺ ആറ്റം. രണ്ട് കാർബൺ ആറ്റമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മളിതാ ഈ ഒരു കാർബൺ ആറ്റം, ഇതാണ് 1 2 3, എപ്പോഴും കാർബണിൻ്റെ 4 വാലൻസ് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഈ കാർബൺ ആറ്റം ഹൈഡ്രോക്സിലായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ആ കാർബൺ എത്ര കാർബണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? 2 കാർബൺ ആറ്റം. സോ ദിസ് ഈസ് എ സെക്കൻഡറി ആൽക്കഹോൾ. അപ്പോൾ ടേർഷറി എന്തായിരിക്കും? ദ കാർബൺ ആറ്റം ടു വിച്ച് ദി ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു 3 അതർ കാർബൺ ആറ്റം. കണ്ടോ, 3 കാർബൺ ആറ്റം, 1 2 3. ഈ കാർബൺ ഇതിലാണ് ഹൈഡ്രോക്സിലുള്ളത്. അത് എത്ര കാർബണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? ഈ ഒരു കാർബൺ ഇതാ, ഒരു കാർബൺ ഇതാ, ഒരു കാർബൺ. അപ്പോൾ ഇതെന്താണ്? ടേർഷറി ആൽക്കഹോൾ. അപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞു കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് CsP3. അതെ. ഇനി ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞില്ല sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം, അതിൽ തന്നെ ഒരാളെയും കൂടെ പറയാനുണ്ട്. അതും നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് എടുക്കും. ദാറ്റ് ഇസ് എലൈലിക് ആൽക്കഹോൾ. എന്താണ് എലൈലിക്? എന്താണ് എലൈലിക് ഗ്രൂപ്പ് എന്ന് നിങ്ങൾക്കറിയാം. എന്താണ്? അപ്പോൾ എലൈലിക് ആൽക്കഹോൾ എന്താ? ദ കാർബൺ ആറ്റം ടു വിച്ച് the hydroxyl group is attached to a carbon atom which is in sp2 state. അതായത് എന്താണ്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം അത് sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു കാർബൺ ആറ്റമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ ജനറലി പറയുന്ന പേരാണ് എലൈലിക് ആൽക്കഹോൾ. അതായത് രണ്ടും അടുത്തടുത്ത് വരുന്നത് നമ്മൾ വിനൈൽ എന്നാണ് പറയുക. ഇപ്പം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഡബിൾ ബോണ്ട് അടുത്താണ്, അത് വിസിനിറ്റി. ഇത് കുറച്ച് ദൂരെയാണ്. അതായത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിൻ്റെ തൊട്ടടുത്തുള്ള കാർബൺ ആറ്റം ഡബിൾ ബോണ്ടഡ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? എലൈലിക് ആൽക്കഹോൾ. ഇവരുമുണ്ട് പ്രൈമറി സെക്കൻഡറി. ഇതെന്താ, പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? ഒന്നാ നോക്കിയേ. ഈ ആൽക്കഹോൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിന് നോക്കൂ. ഇതെന്താണ്? ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം ഒരു കാർബൺ ആയിട്ടായിട്ട് അറ്റാച്ച്ഡ് ഉള്ളൂ. ഇനി ഇതിപ്പം ഒരു കാർബണായിട്ടും കൂടെ അറ്റാച്ച് വന്നത് ഇതെന്തായി? സെക്കൻഡറി ആൽക്കഹോളത്തെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ 2 കാർബണായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം 3 കാർബണായിട്ടാണെങ്കിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിലോ എന്തായി? ടേർഷറി ആൽക്കഹോളായി. അപ്പോൾ ഇതാണ് എലൈലിക് ആൽക്കഹോൾ. അപ്പോൾ അടുത്ത് എന്തായിരിക്കും? ഇപ്പോൾ sp3 പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ എന്ത് പറയണം? sp2. അതായത് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ടു വിച്ച് ദ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇസ് അറ്റാച്ച്. sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ ആയിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ അടുത്തത് എന്താ നമ്മൾ പറയാൻ പോകുന്നത്? ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ ദി sp2, അതായത് കാർബണിൻ്റെ sp2 നമ്മൾക്ക് അറിയുന്നത് തന്നെയാണ്. എന്താണ്? വിനൈലിക് ആൽക്കഹോൾ. വിനൈലിക് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ പറയാം, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അല്ലേ? ഇൻ ദ വിസിനിറ്റി, അതായത് ഡബിൾ ബോണ്ടും OHും അടുത്തടുത്ത്. കണ്ടോ the carbon to which the hydroxyl group is attached is in sp2 hybridized state. കണ്ടോ, ഇത് sp2 അല്ലേ, ഡബിൾ ബോണ്ട് അല്ലേ? അപ്പോൾ ഇതാണ് വിനൈലിക് ആൽക്കഹോൾ. ഇതാണ് നമ്മുടെ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. അപ്പോൾ ഇത്രയല്ലോ ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, നോമൻക്ലേച്ചർ. അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം കേട്ടോ. അത് നമുക്ക് എന്തൊക്കെയായിരുന്നു പേര് എന്നൊക്കെ ഉള്ളത്.
ഇതാ കുറച്ച് ആൽക്കഹോൾസിൻ്റെ പേരൊന്ന് പറഞ്ഞേക്കൂ. നമുക്കറിയുന്നതാണ്, ജസ്റ്റ് റീകോൾ ചെയ്യാണ്. ഒരു കാർബൺ ആറ്റം ആണെങ്കിൽ നമുക്കറിയാം മെത്ത് അല്ലേ, മെത്ത് സിംഗിൾ ബോണ്ടഡ് ആയ കാർബൺ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, മീഥേ എന്ന് വരെ എഴുതും. എന്നിട്ട് എന്താ, ഓൾ അല്ലേ. ഒ എച്ച് ആണെങ്കിൽ നമ്മൾ സഫിക്സ് ആയിട്ട് എന്താ ആഡ് ചെയ്യുക, ഓൾ, മെത്തേനോൾ, മെത്തേൻ ഓൾ. എങ്ങനെയാണ് എഴുതുക വെച്ചാൽ നമുക്കറിയാലോ, അതായത് ആൽക്കെയിൻ മൈനസ് ഇ പ്ലസ് ഓൾ. ഇതൊക്കെ നമ്മൾ 10th പഠിച്ചതാണ്. അപ്പോൾ വെറുതെ അതൊന്നും പറഞ്ഞ് ടൈം പോക്കുന്നില്ല. സോ മെത്തനോൾ, ഇതോ മെത്ത് എത്ത്, എത്തേനോൾ, എത്തനോൾ. ഇതൊന്ന് നോക്കിക്കേ, IUPAC എപ്പോഴും പറയാറുണ്ട്, നിങ്ങളെപ്പോഴും. അപ്പോൾ അടുത്തത് ഇതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ 1 2 3 അല്ലേ, ഇങ്ങനെ നോക്കിയാൽ 2 എണ്ണേ ഉള്ളൂ. 2 ആണ് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. അപ്പോൾ നമ്മൾ കാർബൺ ചെയിൻ ഇങ്ങനെ നോക്കുമ്പോൾ 3 അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്പർ ചെയ്യാം 1 2 3. എങ്ങനെ നോക്കിയാലും OHൻ്റെ പൊസിഷൻ എന്താണ്, 2ലാണ്, സ്മോളസ്റ്റ് നമ്പർ. സോ 1 2 3. അപ്പോൾ എന്താ, 2 മീഥൈൽ അല്ലേ, മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. 2 എങ്ങനെ എഴുതാം നമുക്ക്, 2 മീഥൈൽ മെത്ത്, മെത്ത് എത്ത് പ്രൊപ്പ്, മെഥൈൽ പ്രൊപ്പേൻ. സെക്കൻഡ് പൊസിഷനിലായതുകൊണ്ട് പ്രൊപ്പേൻ ടു ഓൾ. കണ്ടോ, ഇതൊക്കെ അറിയുന്നതായതുകൊണ്ടാണ് വലിയ എക്സ്പ്ലനേഷൻ കൊടുക്കാത്തത് കേട്ടോ. കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിലിട്ട് നോമൻക്ലേച്ചറായിട്ട് സെപ്പറേറ്റ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി അതുപോലെ വേറെ 1 2 അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ കോമ്പൗണ്ട് ഒന്ന് നോക്കിക്കേ, അതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്, 2 കാർബൺ ആറ്റം. അവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, 2 OH ഗ്രൂപ്പും ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് 1 2, അപ്പം എന്താ, മെത്ത് എത്ത് അല്ലേ, ഇത്തേൻ. തെനോൾ എന്ന് മാത്രം എഴുതിയാൽ മതിയോ, 2 ഓൾ ഉള്ളതുകൊണ്ട് ഏതൊക്കെ പൊസിഷനിലാണ്, ഫസ്റ്റ് കാർബൺ ആറ്റത്തിലും സെക്കൻഡ് കാർബൺ ആറ്റം. അപ്പോൾ ഇത്തേൻ സാഷ് 2 1 2 ഡാഷ് എത്ര ഓളുണ്ട്, ഡൈ ഓൾ. അപ്പോൾ ഇത്തേൻ 1 2 ഡൈ ഓൾ. കണ്ടോ, എത്തനോൾ അപ്പം അതിന് പകരം എത്തേൻ 1 2 ഡൈ ഓൾ. അതറിയാലോ. ഇനി അടുത്തൊന്ന് നോക്കിക്കേ, OHും CL ഉണ്ടെങ്കിൽ എപ്പോഴും OH. അപ്പോൾ ഇവിടെ ഒരു OH ഉണ്ട്, ഇവിടെ ഒരു CL ഉണ്ട്. അപ്പം നമ്പർ കൊടുക്കുമ്പം ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ OHന് കിട്ടുന്ന രീതിയിൽ. അപ്പോൾ 1 2 3 4 5 അല്ലേ. ഇവിടെ എന്തൊക്കെ കുറേ ആൾക്കാരുണ്ട്, CL ഉണ്ട്, മീഥൈൽ ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ആര് എഴുതണം, ക്ലോറോ അല്ലേ, 4 ക്ലോറോ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറാണ് നോക്കുക. മീഥൈലും ക്ലോറോ വരുമ്പോൾ ക്ലോറിനാണ് മീഥൈലിനെക്കാട്ടും ആൽഫബറ്റിക്കലിൽ ഫസ്റ്റ് വരും. അപ്പോൾ 4 ക്ലോറോ. മീഥൈലിൽ പ്രശ്നമുണ്ട്, 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. എവിടെയൊക്കെയാണ്, സെക്കൻഡ് പൊസിഷനിലും തേർഡ് പൊസിഷനിലും. അപ്പോൾ എന്തെഴുതണം, 2 3 ഡൈമീഥൈൽ അല്ലേ, ഡൈമീഥൈൽ. ഇനി എന്താ ഉള്ളത്, നമുക്ക് 5 കാർബൺ ആറ്റം ഉണ്ടോണ്ട് പെൻറ്റേനോൾ, പെൻറ്റേൻ. ഫസ്റ്റ് കാർബൺ ആറ്റത്തിലായതുകൊണ്ട് പെൻറ്റേൻ 1 ഓൾ എന്ന് എഴുതിയാലും കുഴപ്പമില്ല, എഴുതിയില്ലെങ്കിലും ഇറ്റ് ഇസ് അൺടെസ്റ്റഡ് ദാറ്റ് അത് ഫസ്റ്റ് കാർബൺ ആറ്റത്തിലാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ മനസ്സിലായല്ലോ അത്. ഇത്രയേ ഉള്ളൂ നെയിമിങ്, കൂടുതൽ നെയിമിങ്ങിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പ്രിപ്പറേഷൻ. നല്ലോണം ശ്രദ്ധിക്കണം, കാരണം അതിൽ മെക്കാനിസം പറയുന്നുണ്ട്. ആൽക്കഹോൾ ഹാലൈഡ് എടുത്തപ്പം മെക്കാനിസം ഒന്നില്ല, വെറുതെ കുറേ ഉണ്ടാകുന്നത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇത് നിങ്ങളുടെ എക്സാമിന് വിത്ത് മെക്കാനിസം ചോദിക്കും. അപ്പോൾ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം, നന്നായി മനസ്സിലായാലേ ഉള്ളൂ നിങ്ങൾക്ക് എളുപ്പത്തിൽ എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് എളുപ്പമുള്ള 2 3 എണ്ണം പഠിക്കാം. എല്ലാം എളുപ്പം തന്നെയാണ് കേട്ടോ, അങ്ങനെ ഇന്നതെന്നൊന്നുമില്ല. അപ്പം ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് പ്രിപ്പറേഷൻ ഇസ് ഫ്രം, ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ, നിങ്ങൾ ടെക്സ്റ്റിൽ വേറെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എളുപ്പമുള്ളത് എളുപ്പം, എല്ലാം എളുപ്പമാണ്, ബട്ട് ഒന്നുകൂടെ നമുക്ക് കംഫർട്ടായിട്ട് ആദ്യം അത് കാണുമ്പോൾ ഒരു സുഖം തോന്നണ്ടേ. ഫസ്റ്റ് 1 ഫ്രം കാർബോണൈൽ കോമ്പൗണ്ട്. എവിടെ നിന്നാണ്, കാർബോണൈൽ കോമ്പൗണ്ട്. കാർബോണൈൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് നമുക്കറിയാലോ അല്ലേ, അതിൽ വരുന്നതാണ് ആൽഡിഹൈഡ്സും കീറ്റോൺസും. സോ ബൈ റിഡക്ഷൻ ഓഫ്, സിമ്പിൾ, ബൈ റിഡക്ഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. നമ്മൾ ആദ്യത്തെ പ്രിപ്പറേഷൻ പറയുകയാണ് ഫ്രം കാർബോണൈൽ കോമ്പൗണ്ട്സ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തരുന്നതിൻ്റെ മുന്നേ ഞാനൊന്ന് ഒരു ആൽഡിഹൈഡ് എഴുതി കാണിച്ചേ. CH3 CH ഡബിൾ ബോണ്ടും അല്ലേ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിലൊരു ആൽക്കഹോൾ ആക്കാൻ എന്ത് മതി, ഇവിടുത്തെ ഒരു ബോണ്ട് പോയിട്ട് ഇവിടെ ഒരു ഹൈഡ്രജനും
ഇവിടെ ഒരു എച്ചും വന്നാൽ മതി അല്ലേ? അങ്ങനെ തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ എന്താ കണ്ടോ, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എഡിഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് അല്ല, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എഡിഷൻ ഓഫ് ഹൈഡ്രജൻ. കണ്ടോ, ഹൈഡ്രജൻ ആഡ് ചെയ്ത് ആൽഡിഹൈഡ് എന്തായി? ആൽക്കഹോളായി. അതേപോലെയാണോ കീറ്റോൺ എന്ന് നോക്കിക്കേ. കീറ്റോണിൻ്റെ ഫോർമുല ഇതാ CH3 ഇവിടെ നോക്കി നോക്കുക. ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു OH ഇവിടെ ഒരു H വന്നു കഴിഞ്ഞാൽ കീറ്റോൺ എന്താ? ആൽക്കഹോൾ. ഇത് തന്നെയാണ് ഫസ്റ്റ് മെത്തേഡ്, ദാറ്റ് ഈസ് ബൈ റിഡക്ഷൻ ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. That is, they are reduced to corresponding alcohol by the addition of hydrogen, in the presence of a catalyst. ഇതുകൊണ്ടാണ് ഇതിനെ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, യൂഷ്വലി റിഡക്ഷൻ ഓൾവേസ് ടേക്ക് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ തന്നെയാണ് റിഡക്ഷൻ നടക്കാറ്. ഏതൊക്കെയാണ് ജനറലി യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ്? നമുക്കറിയാം, ഒന്ന് സോഡിയം ഉണ്ട്, നമ്മുടെ നിക്കലുണ്ട്, പ്ലാറ്റിനം ഉണ്ട്, പല്ലേഡിയം ഉണ്ട്. പിന്നെ സ്ട്രോങ് ആയിട്ടുള്ളത് ഇവരുണ്ട്. ഏതൊക്കെയാണ്? ലിത്യം അലൂമിനിയം ഹൈഡ്രൈഡ്, സോഡിയം ബോറോ ഹൈഡ്രൈഡ്. ഇതൊക്കെ സം ഓഫ് ദ റെഡ്യൂസിങ് ഏജൻസ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ, ഇപ്പോൾ ഇതൊരു മെത്തേഡ്. It is also prepared by treating aldehydes and ketone with sodium borohydride or lithium aluminum hydride. ഇതന്നെ നമുക്ക് സോഡിയം ഹൈഡ്രോ അയഡൈഡ് വെച്ചിട്ട് സോഡിയം ബോറോഹൈഡ്രൈഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ സോഡിയം ബോറോഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ ലിത്യം അലൂമിനിയം ഹൈഡ്രൈഡ് നമുക്ക് അറിയുന്നതാണ്. LiAlHO. ഇതന്നെയാണ് സോഡിയം NaBH4. കണ്ട, സോഡിയം ബോറോഹൈഡ്രൈഡ്. ഇവ രണ്ടാളും സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻസ് ആണ്. ഇവരെ പ്രസൻസിലും നമുക്ക് കീറ്റോൺസിനും ആൽഡിഹൈഡ്സിനും എന്താക്കി മാറ്റാം? ആൽക്കഹോളാക്കി മാറ്റാം. ഇനിയൊരു കീറ്റോൺ, ആൽഡിഹൈഡ് അല്ലേ, ഇനിയൊരു കീറ്റോണിന് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ആൽക്കഹോളാക്കുകയാണ് ഇൻ ദ പ്രസൻസ് ഓഫ് സോഡിയം ബോറോഹൈഡ്രൈഡ് to produce RCHOH. R ഡാഷ് കൊടുക്കാം, കുഴപ്പമില്ല, R ഡാഷ്. മനസ്സിലായോ? ഇതാണ് ഫസ്റ്റ് പഠിച്ചില്ല ഇപ്പം തന്നെ. ഫ്രം കാർബണൈൽ കോമ്പൗണ്ട് ബൈ റിഡക്ഷൻ ഓഫ് കാറ്റലിറ്റിക് റിഡക്ഷൻ അല്ലേ? നമുക്ക് കാറ്റലിസ്റ്റ് വെച്ചിട്ട്, അതായത് ലിത്യം അലൂമിനിയം ഹൈഡ്രൈഡോ സോഡിയം ബോറോഡ് ഹൈഡ്രൈഡോ ഒക്കെ വെച്ച് ചെയ്യാം. ഇനി ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഈ കീറ്റോൺ വെച്ച് ചെയ്യുമ്പം നമുക്ക് എങ്ങനെയൊക്കെ നോക്കിയാലും സെക്കൻഡറി ആൽക്കഹോളേ കിട്ടുള്ളൂ. ശ്രദ്ധിച്ചേക്കുക, സെക്കൻഡറി ആൽക്കഹോളിൻ്റെ പ്രിപ്പറേഷൻ ചോദിച്ചാൽ കീറ്റോണാണ് ബെസ്റ്റായിട്ട് നമുക്ക് സെക്കൻഡറി. കണ്ടോ, കീറ്റോണിൽ എപ്പോഴും എന്താ, ഒരു കാർബണാറ്റം 2 കാർബണാറ്റായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ കീറ്റോൺസിനെ എപ്പം നമ്മൾ ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്ത് ഇറ്റ് വിൽ ബി എ സെക്കൻഡറി ആൽക്കഹോൾ. അതിനനുസരിച്ചിട്ട് നമ്മൾ ആൽഡിഹൈഡിനെ ആണെങ്കിൽ നമുക്കറിയാം, ആൽഡിഹൈഡിൽ കാർബണൈൽ ഗ്രൂപ്പ് ഒരു കാർബണാറ്റം ഒരു ഹൈഡ്രോജനാറ്റം കമ്പൽസറി ആണ് അവിടെ. അപ്പം ആൽഡിഹൈഡാണ് നമുക്ക് ആൽക്കഹോൾ എങ്കിൽ തരുന്നതെങ്കിൽ നമുക്ക് എന്ത് ആൽക്കഹോളായിരിക്കും? ഇറ്റ് വിൽ ഓൾവേസ് ബി കേട്ടോ, ഇവിടെ ഈ ഒരു റിയാക്ഷനിൽ നമുക്കൊരു CH2OH. അപ്പം ആൽഡിഹൈഡ്സ് യൂഷ്വലി നമുക്ക് എന്താ തരിക? നമുക്ക് പ്രൈമറി ആൽക്കഹോൾസിനെ തരും. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? അതായത് നമ്മുടെ ആൽഡിഹൈഡ്സ് ആണെങ്കിൽ ദേ വിൽ ഓൺലി ഗിവ് പ്രൈമറി ആൽക്കഹോൾ. കണ്ടോ, ദ കാർബൺ ആറ്റം ടു വിച്ച് ദി ഹൈഡ്രോജൻ ആറ്റം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇസ് അറ്റാച്ച്ഡ് ടു എനദർ കാർബൺ ആറ്റം. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു റിയാക്ഷനിൽ കീറ്റോൺ എപ്പോഴും സെക്കൻഡറി ആൽക്കഹോളും ആൽഡിഹൈഡ് പ്രൈമറി ആൽക്കഹോളും തരും. ഇനി ഈ കാർബണിൽ ഗ്രൂപ്പിൽ തന്നെ വേറൊരു മെത്തേഡിലും കൂടെ നമുക്ക് ഇപ്പോൾ കാർബണിൽ ഗ്രൂപ്പിൽ ഏതൊക്കെ കിട്ടി? കാർബോണൈൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, C+O ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക? കാർബണൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ആൽഡിഹൈഡും കീറ്റോൺസ് എന്ന് പറഞ്ഞു. അടുത്ത കാർബണൈൽ ഗ്രൂപ്പാണ് കാർബോക്സിലിക് ആസിഡും എസ്റ്ററും. അതായത് ഫ്രം കാർബോക്സിലിക് ആസിഡ് ആൻഡ് എസ്റ്റർ. എസ്റ്റർ എന്താണെന്ന് അറിയാലോ അല്ലേ? എസ്റ്ററൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെയാണ് പഠിച്ചത്. ആസിഡ് പ്ലസ് ആൽക്കഹോൾ ഗിവ്സ് എസ്റ്റർ. അതാണ് എസ്റ്റർ എന്താണെന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ കാർബോക്സിലിക് ആസിഡിന് അല്ലേ, കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ ആദ്യം നമ്മൾ കാർബോക്സിലിക് ആസിഡിൻ്റെ ഫോർമുല എഴുതി വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് ഇത് ആൽക്കഹോൾ ആവാൻ വേണ്ടതെന്നുള്ളത്. കേട്ടോ, ഇത് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും, കേട്ടോ, ഇവിടെ ഒരു O പോയാൽ മതി അല്ലേ? ഈ RC+OH ആണ് ശരിക്കും. അപ്പോൾ ഇതിൽ ഒരു O പോയിട്ട് അവിടെ 2 ഹൈഡ്രജൻ വന്നാൽ നമുക്ക് എന്ത് കിട്ടി? ആൽക്കഹോൾ കിട്ടി.
അതന്നെയാണ് ഇവിടെ നടക്കുള്ളൂ. കാർബോക്സിലിക് ആസിഡ്സ് ആർ റിഡ്യൂസ്ഡ്, കാരണം എഡിഷൻ ഓഫ് ഹൈഡ്രജൻ ഒക്കെ നമ്മൾ എന്താ പറയുക, റിഡക്ഷൻ തന്നെയാണ് പറയുക. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, കാർബോക്സിലിക് ആസിഡിനെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം അല്ലേ. കാർബോക്സിലിക് ആസിഡ്സ് ആർ റെഡ്യൂസ്ഡ് ടു ആൽക്കഹോൾ ഇൻ എക്സലൻറ്റ് yield ബൈ ലിത്യം അലൂമിനിയം ഹൈഡ്രൈഡ്. ലിത്യം അലൂമിനിയം ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞ റെഡ്യൂസിങ് ഏജൻറ്റ്, സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ലിത്യം അലൂമിനിയം ഹൈഡ്രൈഡിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആൽക്കഹോൾ വേണം, എക്വസ് മീഡിയം H2O. അപ്പം ലിത്യം അലൂമിനിയം ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞത്, പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ അതൊരു ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു റിയേജൻറ്റാണ്. നമുക്കറിയാം എന്ത് സാധനം ഉണ്ടാക്കും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടാണ് റിയേജൻറ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് അത്രയും വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് എഫക്റ്റീവ് അല്ല അല്ലേ. സോ ലിത്യം അലൂമിനിയം ഹൈഡ്രൈഡ് ഇസ് എൻ എക്സ്പെൻസീവ് റിയേജൻറ്റ് ആൻഡ് യൂസ് ഫോർ പ്രിപ്പയറിങ് സ്പെഷ്യൽ കെമിക്കൽസ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽസ് പ്രിപ്പയർ. സോ കമേഴ്ഷ്യലി ആസിഡ്സ് ആർ റെഡ്യൂസ്ഡ് ടു ആൽക്കഹോൾസ് ബൈ കൺവേർട്ടിങ് ദം ടു എസ്റ്റേഴ്സ്. നമുക്കറിയാം എസ്റ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എസ്റ്റർ എന്ന് പറഞ്ഞാൽ ആസിഡ് പ്ലസ് എൻ ആൽക്കഹോളാണ് എസ്റ്റർ. ആസിഡ് പ്ലസ് എൻ ആൽക്കഹോൾ ഗിവ്സ് എസ്റ്റർ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ പറഞ്ഞത്, കമേഴ്ഷ്യലി നമ്മൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന് വെച്ചാൽ ആസിഡ്സ് ആർ റെഡ്യൂസ്ഡ് ടു ആൽക്കഹോൾസ് ബൈ കൺവേർട്ടിങ് ദം ടു എസ്റ്റേഴ്സ്. ആദ്യം എസ്റ്റേഴ്സ് ആക്കി മാറ്റും, ഫോളോഡ് ബൈ ദ റിഡക്ഷൻ യൂസിങ് ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ്. എന്നിട്ട് ആ എസ്റ്ററിന് ഇവരെന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. അപ്പം RCOOH എന്താക്കുക, ഒരു ആൽക്കഹോൾ, ദ ആസിഡ് ആൽക്കഹോൾ ഇൻ എൻ അസിഡിക് മീഡിയം, അതാണ് H+. നമുക്ക് എന്ത് കിട്ടി, എസ്റ്റർ. എസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് COO ആണ് കേട്ടോ. അപ്പോൾ എസ്റ്റർ കിട്ടി. ഇനി എസ്റ്റർ ഒന്ന് നോക്കിക്കുക, അതിനെന്ത് ചെയ്താൽ മതി, നമ്മളങ്ങ് റിഡക്ഷൻ ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. എക്സ്പെൻസീവ് അല്ലാത്ത കാറ്റലിസ്റ്റക്സ് യൂസ് ചെയ്തിട്ട് വി ക്യാൻ കൺവേർട്ട് ദം ഇൻ ടു RCH2OH പ്ലസ് ROH. കണ്ടോ, നമുക്ക് രണ്ട് ആൽക്കഹോളിനെ കിട്ടിയില്ലേ, RCH2OHും കിട്ടി, ROH എന്ന് പറഞ്ഞ ആൽക്കഹോളും, രണ്ട് പ്രൊഡക്റ്റ് കിട്ടി. കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പം ഇതാ നമ്മൾ ആസിഡിനെ ആൽക്കഹോളുമായി ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി, എസ്റ്ററിനെ കിട്ടി. എസ്റ്ററിനെ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും ഹൈഡ്രോജനേസ് ചെയ്തിട്ട് നമുക്ക് ആൽക്കഹോൾ കിട്ടി. മനസ്സിലാവുന്നുണ്ടല്ലോ, സിമ്പിളാണ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഒക്കെ നമ്മളിപ്പോൾ പറഞ്ഞ രണ്ടും, അതായത് ഫ്രം കാർബണൽ കോമ്പൗണ്ട്സാണ് നമ്മൾ പറഞ്ഞത്. അതിൽ കാർബണൽ കോമ്പൗണ്ട്സിൽ നിങ്ങൾക്കറിയാം ആൽഡിഹൈഡ്സ് ഉണ്ട്, കീറ്റോൺസ് ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്, നമ്മുടെ കാർബോക്സിലിക് ആസിഡും എസ്റ്ററും ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു ആൽഡിഹൈഡ്സിനും കീറ്റോൺസിനും ഒരു പണിയിൽ ജസ്റ്റ് ബൈ ഡയറക്റ്റ് റിഡക്ഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് ആണെന്ന് പറഞ്ഞു. സെക്കൻഡ് കാർബണൽ കോമ്പൗണ്ട് നമ്മൾ പറഞ്ഞു. പിന്നെ അവിടെ ഒരു കാര്യം പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ആൽഡിഹൈഡ് കാറ്റലിറ്റിക് റിഡക്ഷൻ വഴി നമുക്ക് പ്രൈമറി ആൽക്കഹോൾ തരും, കീറ്റോൺസ് എന്ത് തരും, സെക്കൻഡറി ആൽക്കഹോൾ. പിന്നെ നമ്മൾ പറഞ്ഞു ബൈ റിഡക്ഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ് ആൻഡ് എസ്റ്റർ. കാർബോക്സിലിക് ആസിഡിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുകയാണ്, അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് ആൽക്കഹോൾ കിട്ടും. അപ്പോൾ അവിടെ യൂസ് ചെയ്തത് ലിത്യം അലൂമിനിയം ഹൈഡ്രൈഡ് ആണ്. പക്ഷേ ലിത്യം അലൂമിനിയം ഹൈഡ്രൈഡിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ അത് ഭയങ്കര എക്സ്പെൻസീവാണ്. സോ ഇവിടെ എന്താ യൂഷ്വലി ചെയ്യുക, ആദ്യം ആസിഡിനെ എസ്റ്റർ ആക്കും, എസ്റ്ററിനെ വീണ്ടും റെഡ്യൂസ് ചെയ്തിട്ട് ആൽക്കഹോൾ ആക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് പ്രിപ്പറേഷൻ പറഞ്ഞത്. സെക്കൻഡ് പ്രിപ്പറേഷൻ അതിലേറെ എളുപ്പമാണ്, ഫ്രം ഗ്രിഗ്നാർഡ് റിയേജൻ. നമുക്ക് അറിയുന്ന ഒരാളാണ് ഗ്രിഗ്നാർഡ് റിയേജൻ. അപ്പം നമ്മളിവിടെ ഏത് പ്രിപ്പറേഷനാണ് പറയുന്നത്, ഫ്രം ഗ്രിഗ്നാർഡ് റിയേജൻ. ഗ്രിഗ്നാർഡ് റിയേജൻ്റെ നിങ്ങൾ കുറേ കാലമായിട്ട് പഠിച്ചതാണ് അല്ലേ. ഗ്രിഗ്നാർഡ് റിയേജൻ എന്ന് പറഞ്ഞത് RMgX അല്ലേ, RMgX. ഈ Mg ഉള്ളത് കൊണ്ട് തന്നെ അതിന് സ്ലൈറ്റ്ലി പോസിറ്റീവ് ചാർജും ഉണ്ടാവും, ഈ ആൽക്കൈൽ ഗ്രൂപ്പിന് നെഗറ്റീവ് ചാർജുണ്ട്. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടോ, ഗ്രിഗ്നാർഡ് റിയേജൻ വിളിച്ച് ഏത് റിയാക്ഷനും നമുക്ക് ഈസിയാണ് എഴുതാൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക എന്താണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ മെക്കാനിസം പറയുമ്പോൾ കൂടുതലും മനസ്സിലാവും കേട്ടോ. HCHO എന്ന് പറഞ്ഞൊരു എന്താണ് ഫോർമാൽഡിഹൈഡ് അല്ലേ, അത് ഗ്രിഗ്നാർഡ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഫസ്റ്റ് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് RCH2OMgX, ഇതാണ് ഫസ്റ്റ് കിട്ടുക കേട്ടോ. RCH2OMgX ആണ് നമുക്ക് ആദ്യം കിട്ടുക.
എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യണം. എനിക്ക് പറയുമ്പോൾ വലിയ കാര്യമായിട്ട് തോന്നും, ഒന്നുമില്ല, ഇത് ഭയങ്കര എളുപ്പമാണ്. ഇത് ഞാൻ മെക്കാനിസം പറഞ്ഞാൽ നിങ്ങൾ ഏത് കിട്ടിയാലും നിങ്ങൾ ഈ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് വെച്ച് ചെയ്യും. ഫൈനലി ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും വെച്ചാൽ RCH2OH. ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. അതിൻ്റെ മെക്കാനിസം പറഞ്ഞു നോക്കാം എന്താണെന്നുള്ളത്. ഇതാണ് ഒരു കാർബണൈൽ ഗ്രൂപ്പ് അല്ലേ. കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിലെപ്പോഴും എന്താ ഒരു ഡബിൾ ബോണ്ട് O. ഇതാണ് കാർബണൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് O എന്ന് എഴുതിയത് അല്ലേ, അതിൽ അൺടെസ്റ്റഡ് ആണ്. അവിടെ എന്താ കാർബണും ഓക്സിജനും തമ്മിൽ രണ്ട്, ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇത് ഷെയർ ചെയ്തിട്ടാണ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം, പക്ഷേ ഇത് മനസ്സിലാക്കി പഠിക്കണം. എന്നിട്ട് ഇതാരായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? RMgX ആയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അപ്പം തന്നെ എഴുതിയേക്കുക ഇത് ഡെൽറ്റ മൈനസ്, ഇത് ഡെൽറ്റ പ്ലസ്. അപ്പോൾ ഇനി നോക്കേണ്ടത് ഇവിടെ എന്താണ് മെക്കാനിസം. ഓക്സിജൻ കമ്പയർ ടു കാർബൺ, ഓക്സിജൻ ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ ഇതെന്ത്, ഈ രണ്ട് ഇലക്ട്രോണിനെ കൂടെ ഓക്സിജൻ ഇങ്ങോട്ടേക്ക് വലിക്കും, ഓക്സിജൻ്റെ അടുത്തേക്ക്. ഈ ഇലക്ട്രോൺ ഓക്സിജൻ മാത്രം കൊടുത്തതല്ല, ഓക്സിജൻ്റെയും കാർബണിൻ്റെയും ഉണ്ട്. അപ്പോൾ കാർബണിൻ്റെ ഇലക്ട്രോണും കൂടെ ഇങ്ങോട്ടേക്ക് പോയി. അപ്പോൾ എന്ത് പറ്റും? കാർബൺ ഒരു പ്ലസ് ചാർജും വരും, ഓക്സിജൻ ഇതാ. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു തരാം. അപ്പം ഈ ഓക്സിജൻ്റെ കയ്യിലും കൂടെ ഉള്ള ഇലക്ട്രോൺ ആയിരുന്നു ഇത്, ഒന്ന് കാർബണിൻ്റെ കയ്യിലും കൂടെ ഇലക്ട്രോൺ ആയിരുന്നു ഈ ഒരു ബോണ്ട് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഈ ഓക്സിജൻ അങ്ങോട്ട് വലിച്ചപ്പോൾ ഈ രണ്ട് ഇലക്ട്രോണും കൂടെ ഓക്സിജൻ്റെ അടുത്തേക്ക് പോയി. കാരണം ഓക്സിജൻ്റെ കയ്യിലുള്ള ഇലക്ട്രോണിനെക്കാട്ട് ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ അതിന് കിട്ടി കാർബണിൻ്റെ. അപ്പോൾ അതിനെന്തായി, നെഗറ്റീവ് ചാർജ് വന്നു. നമുക്കറിയാം ഒരു ആറ്റം ന്യൂട്രൽ ആവുക അതിൻ്റെ പോസിറ്റീവ് പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും നമ്പർ ഈക്വൽ ആയതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഇത് ഇയാളടുത്തുള്ള ഇലക്ട്രോണും കൂടെ കിട്ടിയതുകൊണ്ട് അതിപ്പം ന്യൂട്രൽ അല്ല, ഇപ്പം അതിന് നെഗറ്റീവ് ചാർജ് വന്നു. അപ്പോൾ ഈ കാർബൺ എന്ത് ചാർജ് ഉണ്ട്? ഈ കാർബണ് പോസിറ്റീവ് ചാർജ്, കാരണം അതിൻ്റെ കയ്യിലെ ഇലക്ട്രോൺ എടുത്തിട്ടാണ് ഓക്സിജൻ പോയത്. ഇതാണ് ഇവിടെ നടക്കുക. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കണം? ഇതാ ഈ പോസിറ്റീവായ ആളെടുത്തേക്ക് ആറും അല്ലേ, അങ്ങനെയല്ലേ. നെഗറ്റീവായ ആളെടുത്തേക്ക് ആരും പോവും? പോസിറ്റീവ് ആൾക്കാരും. അങ്ങനെയല്ല, ഓപ്പോസിറ്റീവായിട്ടുള്ള ആൾക്കാരങ്ങ് പോവും. അപ്പോൾ നമുക്ക് എന്താ പ്രൊഡക്റ്റ് കിട്ടുക? ഞാൻ ഇവിടെ എഴുതാം കേട്ടോ, കുറച്ചുകൂടെ കാണാൻ എളുപ്പം. അപ്പോൾ എന്താ കിട്ടുക വെച്ചാൽ സി, ഈ സീൻ്റെ അടുത്തല്ലേ ആറ് വന്ന് നിൽക്കുന്ന OMgX. ഇതാണോ നമുക്ക് കിട്ടേണ്ട പ്രൊഡക്റ്റ്? അല്ല, നമുക്ക് എന്ത് കിട്ടണം? അപ്പോൾ O നെഗറ്റീവ് MgX. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഇനി നമ്മുടെ ആൽക്കഹോൾ കിട്ടണം. ഇതിനെ നമ്മൾ കയറി അങ്ങ് ഹൈഡ്രോളൈസ് ചെയ്യാണ്. ഹൈഡ്രോളൈസ് ചെയ്യാൻ വാട്ടർ ആഡ് ചെയ്യുക. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? H+ഉം OH-. H+ ആരടുത്തേക്ക് പോവും? O നെഗറ്റീവിൻ്റെ അടുത്തും. ഈ MgX OH-നെയും കൂട്ടി പുറത്തേക്ക് അങ്ങ് പോയിക്കോളും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കാം. എന്താ കിട്ടുന്ന പ്രോഡക്റ്റ്? CrOH. ഇവിടെ രണ്ട് ബോണ്ട് മീൻ കാണിക്കുന്നത് അവിടെ ആളുണ്ട് കേട്ടോ, MgOH-X. കണ്ടോ, ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. ഗ്രിഗ്നാർഡ് റിയേജൻ്റ് വെച്ചപ്പോൾ ഇതാണ് മെക്കാനിസം. അപ്പോൾ ഇനി ഏത് കാർബണിൽ കോമ്പൗണ്ട് മെക്കാനിസം എഴുതാൻ പറഞ്ഞാലും നിങ്ങൾക്ക് എളുപ്പമല്ലേ? കാര്യം മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനിയും പറഞ്ഞത് കൺഫ്യൂഷനായി പോകും. കൺഫ്യൂഷനൊന്നുമില്ല. എന്ത് പോകുമ്പോൾ ചിന്തിച്ചാൽ മതി. ഒരാളെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺ പോയാൽ അവിടെ പോസിറ്റീവ് വരണം, കിട്ടിയ ആളെ കയ്യിൽ നെഗറ്റീവ് വരും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കൊന്ന് റിയാക്ഷൻ നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ നിങ്ങൾ നോക്കൂ. ഫസ്റ്റിൽ നമ്മുടെ കാർബണിൽ കോമ്പൗണ്ടിൽ ഇപ്പോൾ ഇവിടെ ഞാൻ കാർബൺ ഇട്ട് കൊടുക്കട്ടെ, അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3. ഇത് കണ്ടോ, ഇപ്പോൾ ഒരു കീറ്റോണാണ്. ഇപ്പം എനിക്ക് ഫൈനലി കിട്ടുന്ന പ്രൊഡക്റ്റിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടോയെന്ന് നോക്കിയേ. കണ്ടോ, ഫൈനലി കിട്ടുന്ന പ്രൊഡക്റ്റിൽ ഇനീഷ്യൽ തുടങ്ങിയതിനെക്കാട്ടും ഒരു കാർബൺ ആറ്റം കൂടുതലാണ്. ആദ്യത്തേൽ കണ്ടോ 3 കാർബൺ ആറ്റം ഉണ്ടായിരുന്നുള്ളൂ, ഫൈനൽ കിട്ടുന്നതിൽ 1 2 3 4 കാർബൺ ആറ്റം ഉണ്ട് അല്ലേ. അതൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ റിയാക്ഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല മനസ്സിലായി. ഇപ്പോൾ മെക്കാനിസം അറിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഏത് ആൽഡിഹൈഡ് ഏത് കീറ്റോണും തന്നു കഴിഞ്ഞാൽ എഴുതുമ്പോൾ ഇങ്ങനെ ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ വീണ്ടും മനസ്സിലായി. RCH ഡബിൾ ബോണ്ട് O + RMgX. അപ്പോൾ തന്നെ മനസ്സിൽ വെച്ചേക്കുക, നെഗറ്റീവ് ഇവിടേക്ക് ഇതിങ്ങനെ എഴുതാൻ മറക്കരുത് കേട്ടോ. ഇത് എഴുതാൻ മറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺഫ്യൂഷനായി പോകും. അപ്പം മെഗ്നീഷ്യം എന്ന് പറയുന്നത് ഇലക്ട്രോ പോസിറ്റീവാണ്, അതുകൊണ്ട് അതിന് പോസിറ്റീവ് ചാർജും ആൽക്കൈൽ ഗ്രൂപ്പിന് നെഗറ്റീവും. അപ്പം ഇനി എന്താ നടക്കുമെന്ന് വെച്ചാൽ ഇവിടെ എന്തുണ്ടാവും? ഈ ഓൻ്റെ അടുത്തേക്ക് നമുക്കറിയാം നെഗറ്റീവ് ചാർജ്, ഇത് പോസിറ്റീവ് ചാർജ്, പോസിറ്റീവിൻ്റെ അടുത്തേക്ക് നെഗറ്റീവ് വന്നു RCHR. ഓയിൻ്റെ അടുത്തേക്ക് MgX അല്ല കിട്ടേണ്ട പ്രോഡക്റ്റ് ഹൈഡ്രോളൈസ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടി? RCr
CH2OH. അപ്പം ഫോർമാൽഡിഹൈഡ് നമ്മൾ ഫസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് മെത്തനാളാണ് കിട്ടിയത്. മെത്തനാൾ. ഇതിപ്പം ഞാൻ ചെയ്തത് ഏതാ? 2 കാർബൺ. ദറ്റ് ഇസ് സെക്കൻഡറി ആൽക്കഹോൾ കിട്ടി. ഏത് ചെയ്തപ്പം? ആൽഡിഹൈഡ് കിട്ടിയപ്പം. അപ്പം അതായത് ഫോർമാൽഡിഹൈഡ് ഒഴിച്ചിട്ട്, ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്നത്, ഫോർമാൽഡിഹൈഡും കൂടെ കാണിച്ചു തന്നേക്കാം. ഫോർമാൽഡിഹൈഡ് കൺഫ്യൂഷൻ ആവണ്ട. നമ്മൾ ചെയ്തിട്ടുണ്ട് +RMgX എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ, ഇനി നിങ്ങളിങ്ങനെ വിശദമായിട്ടൊന്നും എഴുതണ്ട, നിങ്ങൾക്കറിയാം കേട്ടോ. ഇതെന്ത് ആൽക്കഹോളാണ്? ഫോർമാൽഡിഹൈഡ് ചെയ്തപ്പം ഒരു carbon atom to which the hydroxyl group is attached to 1 carbon atom. So it is a primary alcohol. Any other aldehyde, ഇത് ഫോർമാൽഡിഹൈഡ് അല്ല, വേറെ ആൽക്കഹോൾ, ഏത് ആൽഡിഹൈഡ് ചെയ്താലും നമുക്ക് സെക്കൻഡറി ആൽക്കഹോളിനെയാണ് കിട്ടുക. ദ കാർബൺ ആറ്റം ടു വിച്ച് ദ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇസ് അറ്റാച്ച്ഡ് ടു അത്. ഇനി കീറ്റോണിനെ ചെയ്താൽ നമുക്ക് ടേർഷറി ആൽക്കഹോളാണ് കിട്ടുക. അപ്പോൾ ഇത് നിങ്ങൾ നന്നായി മനസ്സിൽ വെക്കണം. കാരണം നേരത്തെ നമ്മൾ ഫ്രം കാർബണൈൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞ ആൽഡിഹൈഡും കീറ്റോണിലും നിങ്ങൾ കണ്ടു ആൽഡിഹൈഡ്സ് ഗീവ് പ്രൈമറി ആൽക്കഹോൾ, കീറ്റോൺസ് ഗീവ് സെക്കൻഡറി ആൽക്കഹോൾ. അത് വെറുതെ നമ്മൾ ഹൈഡ്രോജനേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ഹൈഡ്രോജനേഷൻ അല്ല ചെയ്യുന്നത്. വിത്ത് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് വെച്ച് നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്തപ്പം നമുക്ക് എന്ത് കിട്ടി? ഫോർമാൽഡിഹൈഡ് പ്രൈമറിയും ബാക്കി എല്ലാ ആൽഡിഹൈഡും സെക്കൻഡറിയും. ടേർഷറി ആൽക്കഹോൾ എന്ത് തരും? ഈസ് ഗിവൺ ബൈ കീറ്റോൺ. കാര്യം മനസ്സിലായല്ലോ? ഇതാണ് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് കഴിഞ്ഞു. ഏതായിരുന്നു? ഫ്രം കാർബണൈൽ കോമ്പൗണ്ടും സെക്കൻഡ് വൺ ഇസ് ഫ്രം ഗ്രിഗ്നാർഡ് റിയേജനിലും യൂസ് ചെയ്യുന്നത് കാർബണൈൽ കോമ്പൗണ്ടാണ്. ഇനിയാണ് നമുക്ക് പറയാനുള്ളത് ഫ്രം ഹൈഡ്രോ കാർബൺസ്, ദാറ്റ് ഇസ് ഫ്രം ആൽക്കീൻ. നമ്മൾ ആൽക്കീൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക? ആൽക്കീൻ പ്രിപ്പയർ ചെയ്യുന്നത് പറയുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. അതിൽ നല്ലൊരു മെക്കാനിസം പറയാനുണ്ട്. അത് ചോദിക്കാനും ചാൻസ് ഉള്ളൊരു മെക്കാനിസമാണ്. ശ്രദ്ധിക്കാം. ആൽക്കീനിൽ നിന്ന് അതിലെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബൈ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ. അതായത് ബൈ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ. വാട്ടറിനെ ആഡ് ചെയ്യാണ്. ആരുടെ പ്രസൻസിൽ? കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ആരുടെ പ്രസൻസിലാണ് നമ്മൾ ചെയ്യുന്നത്? ആസിഡിൻ്റെ പ്രസൻസിൽ. അതായത് നമ്മൾ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആൽക്കീൻ റിയാക്ട് വിത്ത് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് എൻ ആസിഡ് ആസ് കാറ്റലിസ്റ്റ് ടു ഫോം ആൽക്കഹോൾ. H+ എന്തിനാണ് എഴുതുന്നത്? ആസിഡ് കാറ്റലൈസ്ഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. കിട്ടുന്ന പ്രോഡക്റ്റ് എന്താ? വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം H+ഉം OH-ഉം. അപ്പോൾ ഒരു H ഒരു കാർബണിൻ്റെ അടുത്തേക്കും ഒരു OH മറ്റേ കാർബണിൻ്റെ അടുത്തേക്കും പോവും. കിട്ടിയല്ലോ നമ്മുടെ ആൽക്കഹോൾ അല്ലേ? CH3 CH2 OH കിട്ടി. അപ്പോൾ ഇത് സിമെട്രിക്കൽ ആൽക്കീൻ ആയതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല. ഹൈഡ്രജൻ എവിടേക്ക് ഓടണം അല്ലെങ്കിൽ OH എങ്ങോട്ട് ഓടണം എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷനുമില്ല. ഇഫ് ദ റിയാക്ഷൻ ഇസ് വിത്ത് എൻ അൺസിമെട്രിക്കൽ ആൽക്കീൻ, ഒരു അൺസിമെട്രിക്കൽ ആൽക്കീൻ ആകുമ്പോൾ എന്തുണ്ടാകും? നമുക്കറിയാം ഇതൊക്കെ ഈസിയാണ്. നമ്മൾ മാർക്കോണിക്കോഫിന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതാ അൺസിമെട്രിക് അല്ലേ? ഇതിലിപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ, എവിടെ ഹൈഡ്രജൻ കൊടുക്കണം എവിടെ OH കൊടുക്കണം. പക്ഷെ നമുക്ക് കൺഫ്യൂഷനില്ല. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് മാർക്കോവ്നിക്കോഫ്സ് റൂൾ. എന്തായിരുന്നു മാർക്കോവ്നിക്കോഫ്സ് റൂൾ അല്ലേ? എന്താ റൂള്? എന്തായിരുന്നു? വെൻ വി ആർ ആഡിങ് ടു എൻ അൺസിമെട്രിക്കൽ ആൽക്കീൻ അല്ലേ? നമ്മൾ പഠിച്ചിരിക്കുന്നത് നമ്മൾ ഹാലോജൻസിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അപ്പം നമ്മളൊരു അൺസിമെട്രിക്കൽ ആൽക്കീനിലാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ the hydrogen part goes to the carbon atom which contain more number of hydrogen atom and the negative part goes to the carbon atom containing less number of hydrogen atom. ഹൈഡ്രജൻ എപ്പോഴും കൂടുതൽ ഹൈഡ്രജൻ ഉള്ള ആളെടുത്തേക്കും ബാക്കിയുള്ള നെഗറ്റീവ് പാർട്ട് എപ്പോഴും ഏതിൻ്റെ അടുത്തേക്കാണ്? അപ്പോൾ ഹൈഡ്രജൻ കുറച്ചുള്ള ആളെടുത്ത്. അപ്പോൾ ഇവിടെ എളുപ്പമല്ലേ? നമ്മൾ വാട്ടർ വെച്ച് ഹൈഡ്രോളൈസ് ചെയ്യുമ്പം ഇപ്പോൾ തന്നെ മനസ്സിൽ വയ്ക്കുക H+ഉം OH ആണ് ഈ എന്താ പറയുന്നത് വാട്ടർ എന്ന് പറയുന്നത്. അപ്പം ഒരു H എങ്ങോട്ടേക്ക് പോവും? മാർക്കോണിക്കോഫിൻ്റെ റൂൾ പ്രകാരം CH3 CH, നെഗറ്റീവ് പാർട്ടായ OH ഈ കാർബണിൻ്റെ അടുത്തേക്കും പോസിറ്റീവ് പാർട്ടായിട്ട് ഹൈഡ്രജൻ ഇതിൻ്റെ അടുത്തേക്കും പോവും.
കണ്ടോ? അപ്പോൾ ഇതാണ് മാർക്കോണിക്കോഫ് പറഞ്ഞ അൺസിമെട്രിക്കൽ ആൽക്കീൻ്റെ കേസിലുള്ള ഹൈഡ്രോളിസിസ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ആരോൻ്റെ മുകളിൽ നിങ്ങൾ H+ എഴുതണം, ബിക്കോസ് ഇറ്റ് ഇസ് കാറ്റലൈസ്ഡ് ബൈ ആസിഡ്. കാര്യം മനസ്സിലായല്ലോ? ഇനിയാണ് നമ്മൾ പോകുന്നത് മെക്കാനിസത്തിലേക്ക്. നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ദ മെക്കാനിസം ഓഫ് അഡിഷൻ ഓഫ് എൻ ആൽക്കീൻ, അതായത് മെക്കാനിസം, എന്തിൻ്റെ മെക്കാനിസം? ആൽക്കീനിലെ ഹൈഡ്രേറ്റ് ചെയ്യാണ്, വാട്ടറിനെ ആഡ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് എൻ ആസിഡ്. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ മെക്കാനിസം പല സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് പ്രോട്ടോണേഷൻ ഓഫ് എൻ ആൽക്കീൻ ടു ഫോം എ കാർബോകാറ്റയോൺ. അതായത് പ്രോട്ടോണേറ്റ് ചെയ്യാണ് ആൽക്കീൻ, അപ്പോൾ ഒരു കാർബോകാറ്റയോൺ ഉണ്ടാവും. ബൈ ഇലക്ട്രോഫിലിക് അറ്റാക്ക് ഓഫ് H3O+. ഇലക്ട്രോഫിലിക് അറ്റാക്ക് ഓഫ് H3O+. അപ്പോൾ H3O+ ഉണ്ടാകുന്നത് ആദ്യം കാണിക്കണം. H2O+, H+ ഗിവ്സ് H3O+. അതായത് വാട്ടറിൻ്റെ കൂടെ ഒരു H+ വന്നപ്പോൾ അവിടെ H3O+ ഉണ്ടാവുകയാണ്. H3O+ ഉണ്ടാവുകയാണ്. കാരണം ഓക്സിജൻ്റെ കയ്യിലെ 2 ഇലക്ട്രോൺ എടുത്തിട്ടാണ് ഹൈഡ്രജൻ ഇവിടെ ബോണ്ട് ചെയ്തത്. അങ്ങനെ ഈ ഒരു കോമ്പൗണ്ട് H3O+ ആവുകയാണ്. ഇനി നടക്കുന്ന ഓരോ റിയാക്ഷനും നല്ലോണം ശ്രദ്ധിച്ചോളൂ. ആൽക്കീൻ പ്ലസ് H3O+ ആണ്, ഓക്സിജൻ, 3 ഹൈഡ്രജൻ ആറ്റം. ഓക്സിജൻ്റെ കയ്യിൽ ഇപ്പോൾ 2 ഇലക്ട്രോണേ ഉള്ളൂ, ഒരു പ്ലസ് ചാർജും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ H+ ഓക്സിജൻ്റെ 2 ഇലക്ട്രോൺ എടുത്തിട്ടാണ് ബോണ്ട് ഉണ്ടായത്. അപ്പോൾ ഓക്സിജൻ്റെ മുകളിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, ഒരു പ്ലസ് ചാർജും ഉണ്ട്. ഇനി ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഇവിടെ എന്ന് പറയുന്നത്, ഇത് ശ്രദ്ധിച്ചാൽ മതി, ഓക്സിജൻ്റെ കയ്യിൽ പ്ലസ് ചാർജ് ഉണ്ട്. അപ്പോൾ ഇതിന് എന്തുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്? ഈ ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് എടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഓക്സിജൻ ഉണ്ടാവും. ഇതിലേത് ഹൈഡ്രജൻ്റെ ആയാലും കേട്ടോ, ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺസിന് അങ്ങ് എടുക്കാം. കാരണം അതിൻ്റെ കയ്യിൽ നെഗറ്റീവ് ചാർജ് ഇല്ല, ഓക്സിജൻ ഇസ് മോർ ഇലക്ട്രോ നെഗറ്റീവ്. അപ്പോൾ ഈ ഹൈഡ്രജൻ്റെ കയ്യിൽ ഇലക്ട്രോൺ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കാർബണിൻ്റെ അടുത്തേക്ക് ബോണ്ട് ചെയ്യും. കാർബണിൻ്റെ കയ്യിൽ ഈ 2 ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഈ ഒരു ബോണ്ടിലേക്ക് ബോണ്ട് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും എന്ന് വിചാരിച്ചാൽ ഇതാ CH C നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടല്ലോ 2 ബോണ്ട് ഉണ്ട്, അതിൻ്റെ അടുത്തേക്ക് അതിങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ, ഈ 2 ബോണ്ട്. അപ്പോൾ ഈ ഓക്സിജൻ്റെ കയ്യിൽ എന്തുണ്ട്? പോസിറ്റീവ് ചാർജും ഉണ്ട്, ഇതിൻ്റെ കയ്യിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഇപ്പോൾ 2 ഇലക്ട്രോൺ അതിൻ്റെ കയ്യിലേക്ക് കിട്ടി. ഈ കാർബണിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഈ 2 ഇലക്ട്രോൺ വെച്ചിട്ടാണ് ഇവിടെ, അതായത് ഈ 2 ഇലക്ട്രോണും കൂടി എടുത്തിട്ടാണ് ഈ ഹൈഡ്രജൻ ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റി? ഈ കാർബണിൻ്റെ കയ്യിൽ ഇലക്ട്രോണും കൂടെ ഈ ഹൈഡ്രജൻ എടുത്തതുകൊണ്ട് ഈ കാർബൺ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും അല്ലേ? ഈ കാർബൺ എന്തുണ്ടാവും? ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ ഈ കാർബൺ എന്തായി? ഇതാ പോസിറ്റീവ് ഇവിടെ ഉണ്ടാവും. പ്ലസ് H2O, ഈ വാട്ടർ എന്ത് ചെയ്തിട്ടുണ്ടോ? വാട്ടറായിട്ട് അത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഓക്സിജൻ്റെ കയ്യിൽ കണ്ടോ, അതിൻ്റെ കയ്യിലുള്ള 4 ഇലക്ട്രോണും അവിടെ തന്നെയുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് ഓക്സിജൻ്റെ H3O+ ആണുള്ളത്. അപ്പോൾ ഓക്സിജന് അതിൻ്റെ കയ്യിൽ ഇലക്ട്രോണും കൂടെ എടുത്തിട്ടായിരുന്നു ഈ ഹൈഡ്രജൻ ഇവിടെ ബോണ്ട് ഫോം ചെയ്തത്. അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യും? ഈ ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വലിക്കും. അപ്പോൾ ഹൈഡ്രജൻ ഇലക്ട്രോൺ ഇല്ലാതെ ഇവിടെ നിൽക്കുമ്പോൾ അത് ഒരു കാർബണിൻ്റെ അടുത്തേക്ക് പോകും. അവിടുത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ആ 2 ഇലക്ട്രോണും കൂടെ എടുത്തിട്ട് അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യും. ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാർബണും കൂടെ ഷെയർ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്ത് പറ്റി വെച്ചാൽ ഈ കാർബണിൻ്റെ ഇലക്ട്രോണും കൂടി എടുത്തിട്ടാണ് ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തത്. അപ്പോൾ ഈ കാർബൺ ഇപ്പോൾ എന്ത് കിട്ടി? ഒരു പോസിറ്റീവ് ചാർജ് കിട്ടി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇലക്ട്രോൺ ആണല്ലോ മറ്റേ എടുത്തുകൊണ്ട് പോയത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. കണ്ടോ? പ്രോട്ടോണേഷൻ ഓഫ് എൻ ആൽക്കീൻ. പ്രോട്ടോൺ H+നെ ആഡ് ചെയ്യാണ് ആൽക്കീൻ ടു ഫോം എ കാർബോകാറ്റയോൺ പ്ലസ് ചാർജുള്ള ബൈ ഇലക്ട്രോഫിലിക് അറ്റാക്ക് ഓഫ് H3O+. ഇലക്ട്രോഫിലിക്, ഇലക്ട്രോൺ ലവിങ് ആയിട്ടുള്ള അറ്റാക്കാണ് അവിടെ H3O+ ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ഓഫ് വാട്ടർ ഓൺ കാർബോകാറ്റയോൺ. സിമ്പിളാണിതാ. ഇനിയിപ്പോൾ നമുക്ക് കിട്ടിയ എന്താ? കാർബോകാറ്റയോൺ ഉണ്ടല്ലോ, അതിതാ അതിൻ്റെ അടുത്തേക്ക് വാട്ടർ ആഡ് ചെയ്യാണ്. വാട്ടർ ഇപ്പോൾ എന്താ ഇവിടെ? പ്ലസ് ചാർജാണ്. വാട്ടറിൽ എന്താണ്? അതൊരു ന്യൂക്ലിയോഫിലിക് അറ്റാക്ക്. കാരണം ന്യൂക്ലിയോഫൈലാണ്, ന്യൂക്ലിയസ് ലവിങ്. കാരണം ഇലക്ട്രോൺസ് അതിൻ്റെ കയ്യിലുണ്ട്. അതെന്ത് ചെയ്യും? അത് ഈ പോസിറ്റീവുള്ള കാർബണിൻ്റെ അടുത്തേക്ക് വരും. കാരണം എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ട്, പാവം കാർബൺ ഇലക്ട്രോൺ ഇല്ലല്ലോ, ആ പോസിറ്റീവ് അതുകൊണ്ടല്ല. അപ്പോൾ അതെന്ത് ചെയ്യും? അവിടെ
അവിടെ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരുന്നു? അവിടെ എന്തുണ്ടാവും? OH2 കണ്ടോ? ഇപ്പോൾ ഓക്സിജൻ എന്ത് പറ്റി? ഓക്സിജൻ്റെ കയ്യിലുള്ള ഒരു ഇലക്ട്രോൺ എടുത്തിട്ടാണ്, ആ 2 പെയർ ഓഫ് ഇലക്ട്രോൺ എടുത്തിട്ടാണ് അവിടെ ബോണ്ട് ചെയ്യുന്നത്. കാരണം കാർബണിൻ്റെ കയ്യിൽ ഇലക്ട്രോൺ ഇല്ലായിരുന്നു. അപ്പോൾ ഇതെന്തേ കൊടുക്കും? എടുത്തോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓക്സിജന് ഇപ്പോൾ എന്ത് പറ്റി? ഓക്സിജൻ ഒരു പ്ലസ് ചാർജ് വന്നു. കാരണം അതിൻ്റെ കയ്യിലുള്ള ഒരു ഇലക്ട്രോണും കൂടെ മെറ്റയാൾക്ക് കൊടുത്തതുകൊണ്ട്, ആ ബോണ്ട് ഉണ്ടാക്കാൻ കൊടുത്തുകൊണ്ട് ഓക്സിജൻ്റെ ഒരു പ്ലസ് ചാർജ് വന്നു. ഓക്സിജൻ പ്ലസ് ചാർജ് ഇഷ്ടമാണോ? അതാണ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ഓഫ് വാട്ടർ ഓൺ കാർബോകാറ്റയോൺ. കണ്ടോ? കാർബോകാറ്റയോണിലേക്ക് ന്യൂക്ലിയോഫൈൽ, ആ ഓക്സിജൻ പറയും എൻ്റെ കയ്യിൽ ഇലക്ട്രോൺ ഉണ്ട്, നീ വിഷമിക്കേണ്ട, ഐ വിൽ കം. കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓക്സിജൻ എന്ത് പറ്റി? പ്ലസ് ചാർജ് വന്നു. അപ്പോൾ സ്റ്റെപ്പ് 3 എന്തായിരിക്കും അവിടെ നടക്കേണ്ടത്? ഓക്സിജൻ ഒരു കാരണവശാലും അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതെന്ത് ചെയ്യും? ഡീപ്രോട്ടോണേഷൻ ടു ഫോം എൻ ആൽക്കഹോൾ. അപ്പോൾ അത് പറയും വേഗം പ്രോട്ടോണോട് പോയിക്കോളാം, കാരണം എനിക്കിങ്ങനെ പോസിറ്റീവ് ചാർജ് ഒന്നായിട്ട് നിൽക്കാൻ പറ്റില്ല. സോ വാട്ട് വിൽ ഹാപ്പൻ? ഇവിടെ ഹൈഡ്രജനോട് പറയും പൊക്കോളാൻ. ആരെ കൂടെ? ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ കൂടെ. അപ്പോൾ അവിടെ ഫൈനലി എന്ത് കിട്ടും നമുക്ക്? എന്ത് കിട്ടും? ആൽക്കഹോൾ കിട്ടും. അവിടെ എന്ത് ചെയ്തു? ഡീപ്രോട്ടോണേഷൻ. അവിടെ എന്ത് നടന്നു? പ്രോട്ടോണിനെ ഒഴിവാക്കി നമുക്ക് എന്ത് കിട്ടി? ഡീപ്രോട്ടോണേഷൻ മീൻ ആൽക്കഹോളിനെ കിട്ടി. സിമ്പിളല്ലേ? ഇത് കണ്ടിട്ട് വലിയ മാര്യം തോന്നണ്ട. അതായത് ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. ആദ്യം എന്താ ചെയ്യുന്നത്? H2O പ്ലസ് H പ്ലസ്, ഇതാണ് സ്റ്റെപ്പ് 1. H2O പ്ലസ് H ഗിവ്സ് H3O പ്ലസ്. ഇനി എന്താ നടക്കുന്നത് വെച്ചാൽ, അതായത് നമ്മുടെ ആൽക്കീന് ഈ H3O പ്ലസുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ H3O പ്ലസ്സിൽ പ്ലസ് ചാർജ് ഉണ്ടാകുമ്പോൾ ഓക്സിജൻ എപ്പോഴും ഒരിക്കലും ഇഷ്ടമല്ല അവിടെ പ്ലസ് ചാർജ്. അപ്പോൾ ഓക്സിജൻ പറയും എനിക്ക് പ്ലസ് പറ്റില്ല. അപ്പോൾ അതെന്ത് ചെയ്യും? ഈ ഹൈഡ്രജനോട് ഇലക്ട്രോൺ വാങ്ങിയേക്കും. അപ്പോൾ ഹൈഡ്രജൻ പാവം ഒറ്റയ്ക്ക് H പ്ലസ് ആകുമ്പോൾ ഈ കാർബൺ പറയും ഓക്കെ, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇവിടെ കയറി അറ്റാച്ച് ചെയ്തോളാൻ പറയും. ഏത് കാർബൺ ആറ്റാണെങ്കിലും കേട്ടോ, സിമെട്രിക്കൽ അല്ലേ. അപ്പോൾ ആ ഹൈഡ്രജൻ ഒരാളെടുത്ത് കയറി നിൽക്കും. അപ്പോൾ എന്ത് പറ്റും? ഈ കാർബൺ ഇലക്ട്രോണും കൂടെ എടുത്തിട്ടല്ലേ ഇയാൾ പോയത്. അപ്പോൾ കാർബൺ ഒരു പോസിറ്റീവ് ചാർജ് കിട്ടി. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, പ്രോട്ടോണേഷൻ ഓഫ് എൻ ആൽക്കീൻ ടു ഫോം കാർബോകാറ്റയോൺ ബൈ ഇലക്ട്രോഫിലിക് അറ്റാക്ക് ഓഫ് H3O+. സെക്കൻഡ് വൺ പറഞ്ഞാൽ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക്. അപ്പോൾ ഈ കാർബോകാറ്റയോൺ ഉണ്ടായി. അപ്പോൾ കാർബണിൻ്റെ കയ്യിൽ പോസിറ്റീവ് ചാർജ്. അപ്പോൾ വാട്ടറിന് തോന്നും എൻ്റെ കയ്യിൽ ഇത്രയും ഓക്സിജൻ പറയും ഇലക്ട്രോൺ ഉണ്ടല്ലോ, സോ ഐ വിൽ ഹെൽപ്പ് യു. അത് ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ഈ കാർബണിനെ ഹെൽപ്പ് ചെയ്യാൻ പോകും. അപ്പോൾ എന്ത് പറ്റും? കാർബണിൻ്റെ അടുത്തൊരു OH ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഈ കാർബണിൻ്റെ കയ്യിൽ പ്ലസ് ചാർജ് വന്നാൽ അതിൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഇല്ല അതിന് ഷെയർ ചെയ്യാൻ. സോ ഓക്സിജൻ ആണ് അതിൻ്റെ 2 ഇലക്ട്രോണും കൊടുത്തിട്ട് ഇവിടെ ബോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജന് വീണ്ടും എന്ത് കിട്ടി? പോസിറ്റീവ് ചാർജ് കിട്ടി. അപ്പോൾ ഓക്സിജൻ എപ്പോഴും പോസിറ്റീവ് ചാർജ് ഇഷ്ടമാണോ? ഇല്ല. അപ്പോൾ ഓക്സിജൻ എന്ത് പറയും? ഒരു ഹൈഡ്രജനോട് പ്രോട്ടോണായിട്ട് പോയിക്കോളെ. അതാണ് ഡീപ്രോട്ടോണേഷൻ. ഇവിടെ കണ്ട ഹൈഡ്രജൻ ആ ഇലക്ട്രോൺ തന്നെ തിരിച്ച് ഓക്സിജൻ കൊടുത്തിട്ട് അത് അതിൻ്റെ വഴിക്ക് പോകും H2O കൂടെ. അങ്ങനെ H3O+ ഉണ്ട്. ദിസ് ഇസ് ദ റിയാക്ഷൻ വിച്ച് ഇസ് ടേക്കിംഗ് പ്ലേസ്, ഓർ ദ മെക്കാനിസം ഓഫ് ദി എഡിഷൻ, അതായത് ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ്റെ മെക്കാനിസം. മനസ്സിലായല്ലോ? സിമ്പിൾ. ഇനിയുള്ള അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബൈ ഹൈഡ്രോബൊറേഷൻ ഫോളോഡ് ബൈ ഓക്സിഡേഷൻ. ഈ ബൊറേൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ ബൊറേൻ? B2H6. അതിനിങ്ങനെയും എഴുതാം, BH3 ട്വൈസ്. അപ്പോൾ ഹൈഡ്രോബൊറേഷൻ ആണ് ഫോളോഡ് ബൈ ഓക്സിഡേഷൻ. ഇത് തന്നെയാണ്, വളരെ സിമ്പിളായിട്ടുള്ള റിയാക്ഷനാണ്. ദാറ്റ് ഈസ് ആൽക്കീൻ. ആൽക്കീന് ദിസ് റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് എ പെറോക്സൈഡ്. പെറോക്സൈഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആൻറ്റി മാർക്കോണിക്കോഫ്സ് റൂൾ അല്ലെങ്കിൽ പെറോക്സൈഡ് എഫക്റ്റ് അല്ലേ, ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ആൻറ്റി മാർക്കോണിക്കോഫ്സ് റൂൾ. അപ്പം നമ്മളിതൊരു അൺസിമെട്രിക്കൽ ആൽക്കീനെ എടുക്കുകയാണ്, അതിൻ്റെ അടുത്തേക്ക് ഒരു ബൊറൈന് ആഡ് ചെയ്യാണ്. അപ്പോൾ ബൊറൈനെ നമുക്ക് എളുപ്പത്തിന്, നമ്മുടെ റിയാക്ഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതുക, BH3 ട്വൈസ് ആയിരുന്നു, അത് ഇങ്ങനെ എഴുതാം. അപ്പോൾ അൺസിമെട്രിക്കൽ ആൽക്കീനിൽ പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണ് നമുക്കറിയാം ഹൈഡ്രോജൻ ആറ്റം ഗോസ് ടു ദി കാർബൺ ആറ്റം കണ്ടെയ്നിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രോജൻ ആറ്റം ആൻഡ് ദ നെഗറ്റീവ് പാർട്ട് ഗോസ് ടു ദി ഹൈഡ്രോജൻ ആറ്റം വിത്ത് കാർബൺ ആറ്റം വിത്ത് ഹൈ. അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? CH3 CH2, കാരണം ഒരു ഹൈഡ്രോജൻ ഇവിടെ വരികയല്ലേ, 2 CH2 BH2. കണ്ടോ? ഈ ഒരു റിയാക്ഷൻ നടന്നു. ഇനി എന്ത് നടക്കണം? വീണ്ടും ഈ ആൾ
ആൽക്കീനുമായിട്ട് സെയിം ആൽക്കീനായിട്ട് റിയാക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം BH2ൻ്റെ അടുത്ത് ഒരു എച്ചും ഉണ്ട് BH ഉണ്ട്. അപ്പോൾ ഈ എച്ച് ഇയാളെടുത്തേക്കും പോകും, ബാക്കിയുള്ള ഭാഗം ഇയാളെടുത്തേക്കും പോകും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? അപ്പോൾ എന്താ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് നോക്കി. നമ്മുടെ ഇവിടെ ഈ BH2ൻ്റെ ഒരു ഹൈഡ്രജൻ ഇവിടേക്കും വരും, ബാക്കിയുള്ളത് ഇവിടെയും. അപ്പോൾ CH3 CH2 ഈ CH2ൻ്റെ അടുത്ത് ഒരു BH, കാരണം അതിൻ്റെ ഒരു ഹൈഡ്രജൻ പോയല്ലോ. BH CH2 CH2 CH3 കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊന്ന് നോക്കിക്കേ, CH3 CH2 CH2 CH3 CH2 CH2 BH. അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് കാണുക. ദാറ്റ് ഈസ് CH3 CH2 CH2 ട്വൈസ് BH. കണ്ടോ? അതാണ് ഉണ്ടാവുന്നത്. എഗെയിൻ ഇതെന്ത് ചെയ്യും? ഇത് വീണ്ടും CH3 CH ഡബിൾ ബോണ്ട് CH2മായിട്ട് റിയാക്ട് ചെയ്യും. വീണ്ടും എന്ത് നടക്കും? ഒരു ഹൈഡ്രജൻ ഈ കാർബണിൻ്റെ അടുത്തേക്കും ബാക്കിയുള്ളത് ഇതിൻ്റെ അടുത്തേക്കും, അതായത് CH2B CH2 CH2 CH3. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് എഴുതിയേക്കും? CH3 CH2 CH2 ത്രൈസ് B. കണ്ട? ത്രൈസ് B. അപ്പോൾ ഇതെന്താണ് നമ്മൾ പറഞ്ഞില്ലേ? ട്രൈ ആൽക്കൈൽ ബൊറൈൻ, ട്രൈ ആൽക്കൈലായിട്ടുള്ള ബൊറൈൻ കിട്ടി. ഇനി അത് എന്ത് ചെയ്യണം? ദിസ് ട്രൈ ആൽക്കൈൻ ബൊറൈൻ ഇസ് ഓക്സിഡൈസ്ഡ് ടു ആൽക്കഹോൾ. This trialkyl borane is oxidized to alcohol in the presence of NaOH and hydrogen peroxide. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഹൈഡ്രേറ്റ് ചെയ്യാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ട്, അതായത് OH മൈനസിനെ ആഡ് ചെയ്യണം. അപ്പോൾ അവിടെ എന്ത് പറ്റും നമുക്ക്? 3 3 ഉണ്ടല്ലോ. അപ്പോൾ 3 CH3 CH2 CH2OH, ബാക്കി ആരുണ്ടാവും? BOH ത്രൈസ്. കണ്ടോ നമുക്ക് കിട്ടിയ പ്രോഡക്ട്സൊക്കെ? The addition of borane to the double bond take place in accordance with the peroxide effect ആണ്. കാര്യം മനസ്സിലായോ? സിമ്പിളാണ്. എഴുതിയപ്പോൾ ഭയങ്കര സംഭവമായി തോന്നുന്നുണ്ട്. കാരണം ഒന്നുമില്ല, ഇത് ആൻറ്റി മാർക്കോണിക്കോഫ്സുമാതിരി ഹൈഡ്രജൻ കാർബൺ കണ്ടെയ്നിങ് ലെസ് ഹൈഡ്രജൻ അടുത്തേക്കും നെഗറ്റീവ് പാർട്ടി ഇവിടെയും വരും. അതുവരെ നമ്മളിവിടെ എഴുതി. പിന്നെ വീണ്ടും അഡീഷൻ നടക്കുമ്പോഴും നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അതിൻ്റെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ട്വൈസ് ഇട്ട് എഴുതി, പിന്നെ വീണ്ടും ചെയ്തപ്പോൾ ത്രൈസ് കിട്ടി. ഇനി ഇതിനെ നേരെ ഹൈഡ്രോളൈസ് ചെയ്യുകയാണ്. ഇൻ ദ പ്രസൻസ് ഓഫ് പെറോക്സൈഡ് നമുക്ക് എന്ത് കിട്ടും? ആൽക്കഹോൾ കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രിപ്പറേഷൻസ്. അപ്പോൾ ഇന്ന് ഇത്ര മതി. ഇന്ന് തന്നെ അത്യാവശ്യം നമ്മൾ പ്രിപ്പറേഷൻസും എടുത്തിട്ടുണ്ട്, ആൽക്കഹോൾസിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ എടുത്തിട്ടുണ്ട്. മനസ്സിലാവാത്തവർ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. എന്താണ് മനസ്സിലാവാത്ത, എന്തിൽ കൂടുതൽ എടുക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞ കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.